ഹായ് ഫ്രണ്ട്സ്. മനുഷ്യൻ ഭ്രൂണത്തിൽ പിറവിയെടുത്ത് ജനിച്ച് ജീവിച്ച് വാർദ്ധക്യം ബാധിച്ച് മരിക്കുന്നു. നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ഇതുപോലെ ജനിച്ച് ജീവിച്ച് വാർദ്ധക്യം ബാധിച്ച് നശിക്കുന്ന പ്രപഞ്ച വസ്തുക്കളാണ്. ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കഥ പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും AKS Tech Infoയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് എത്ര വർഷമായി? 80 വർഷമായി. നമ്മുടെ റോമൻ കലണ്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടോ അത് ഏതാണ്ട് ഒരു 2000 വർഷം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിട്ട് ഇന്നത്തേക്ക് എത്ര വർഷമായി എന്നറിയോ? ഏതാണ്ട് 1380 കോടി വർഷമായി. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് ശരിക്കും മനസ്സിൽ സങ്കല്പിക്കാൻ വളരെ പ്രയാസമാണ്. അതായത് സമയം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല, സ്ഥലം ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് ഇന്ന് ലോകവ്യാപകമായി അംഗീകരിച്ചിട്ടുള്ള ഒരു തിയറിയാണ് എന്ത്? ബിഗ് ബാങ് എന്ന് പറയുന്നത്. ബിഗ് ബാങ് നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത് ഒരു പൊട്ടിത്തെറി എന്നൊക്കെയാണ്. ശരിക്കും ഒരു പൊട്ടിത്തെറി ഒന്നുമല്ല. ഈ സമയത്ത് പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് എന്ത് ചെയ്തത്? സമയം തുടങ്ങിയത്, അതുപോലെ തന്നെ സ്ഥലം ഉണ്ടായത്. കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂട് ഈ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് വളരെ വലിയ ചൂടായിരുന്നു. ഈ കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂട് കുറയുന്നതിനനുസരിച്ച് അന്ന് ഊർജ്ജം മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഊർജ്ജത്തിൽ നിന്ന് എന്ത് ചെയ്ത് മൗലിക കണങ്ങൾ എന്ന് പറയുന്ന കുറച്ച് കണങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ തന്നെ അന്ന് ഫോഴ്സ് അല്ലെങ്കിൽ ബലം ഉണ്ടായിരുന്നില്ല. അടിസ്ഥാനപരമായ 4 ബലങ്ങളുണ്ടായി. ഇതിനെക്കുറിച്ചൊന്നും അല്ല നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഞാനൊന്നൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ മുറിച്ച് പോവുകയാണെങ്കിൽ അവസാനമായി അത് ആറ്റത്തിലെത്തി നിൽക്കും. ആറ്റം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? അടിസ്ഥാന കണങ്ങളായ കുറച്ച് കണങ്ങളുണ്ട്. ക്വാർക്കുകൾ, അങ്ങനെ ബോസോൺസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഫലകണങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അടിസ്ഥാന കണങ്ങളായ ക്വാർക്കുകൾ ഇലക്ട്രോണുകളും തമ്മിൽ അടിസ്ഥാന ബലം കൂട്ടിച്ചേർത്തു. അങ്ങനെ ആദ്യമായിട്ട് നമുക്കൊരു ഹൈഡ്രജൻ്റെ ഒരു ആറ്റം ഉണ്ടായി. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലായിരുന്നു. പ്രപഞ്ച ചൂടിൽ നിന്ന് തണുത്ത് വന്ന് ഒരു ആറ്റം ഉണ്ടായി. സത്യം പറയുകയാണെങ്കിൽ ഈ കഥ പറയുകയാണെങ്കിൽ ഒരു 2-3 എപ്പിസോഡ് ഈ കഥയെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇവിടെ നക്ഷത്രങ്ങളുടെ ജനനം, അതുപോലെ തന്നെ ജീവിതം, മരണം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ കഥയൊന്നും ഇവിടെ പറയുന്നില്ല. അങ്ങനെ ഈ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോട്ടോൺ, അതിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോൺ കറങ്ങി. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ കോടാനുകോടി ഹൈഡ്രജൻ ആറ്റങ്ങൾ വളരെ ലൈറ്റ് ഇയേഴ്സ് വലുപ്പത്തിൽ ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ മോളിക്കുലാർ ക്ലൗഡ് അല്ലെങ്കിൽ തന്മാത്ര മേഘം എന്ന് പറയുന്നത്. ഈ മോളിക്കുലർ ക്ലൗഡാണ് ആദ്യഘട്ടത്തിലുണ്ടായ നക്ഷത്രങ്ങളുടെ ജന്മസ്ഥലം. അത് ആദ്യഘട്ടത്തിൽ നിന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാം? ഏതാണ്ട് ഇപ്പം 4 തലമുറ നക്ഷത്രങ്ങൾ ഏതാണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സൂര്യൻ ഒരു 3-ാം തലമുറ നക്ഷത്രമാണ്. പലപ്പോഴും ഈ ആദ്യത്തെ നക്ഷത്രം ജനിച്ച് ജീവിച്ച് മരിച്ച് അത് എങ്ങനെയൊക്കെയാണ് ആ നശിച്ചു പോകുന്നത് എന്ന് നമ്മൾ പറയാൻ പോകുന്നുണ്ട് ഈ വീഡിയോയിൽ. ഈ നശിച്ച നക്ഷത്രങ്ങളുടെ ഭാഗത്തു നിന്നും വീണ്ടും അടുത്ത തലമുറ നക്ഷത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു നക്ഷത്രം ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇങ്ങനെ പ്രപഞ്ചത്തിൽ പരന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചെറുതായിട്ട് 1-2 ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തടുത്ത് വരുന്നു എന്ന് പറയും. ഇങ്ങനെ ആറ്റങ്ങൾ വരുന്നതിന് ഫലമായിട്ട്, ആറ്റങ്ങൾ ഇങ്ങനെ കൂടിച്ചേരുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യും? ഭാരം അല്ലെങ്കിൽ മാസ് കൂടും. ഇപ്പോൾ പ്രപഞ്ചത്തിലെ ഒരു തത്വം അനുസരിച്ചിട്ട് പ്രപഞ്ചത്തിലെ ഒരു സ്ഥലത്ത് ഭാരം കൂടുകയാണെങ്കിൽ അവിടുത്തെ ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? കൂടും. അങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന എല്ലാ വസ്തുക്കളെയും അത് ആകർഷിച്ചിങ്ങനെ വലിച്ചടുപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ കിടക്കുന്ന മോളിക്കുലാർ ക്ലൗഡിലെ ഈ ആറ്റങ്ങളെല്ലാം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വലിച്ചടുപ്പിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ ആറ്റങ്ങൾ ഇങ്ങനെ ഞെരുങ്ങാൻ തുടങ്ങുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തായാലും അത്യധികമായ ചൂട് ഉൽപ്പാദിപ്പിക്കും. ഈ ചൂടിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു നക്ഷത്രം പിറവിയെടുക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നറിയോ? ഈ ചൂട് അതിഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നടക്കും. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? 2 ആറ്റങ്ങൾ ചേർന്നിട്ട് വേറൊരു ആറ്റമായിട്ട് മാറുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇവിടെ നടക്കുന്നത് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയം ആറ്റമായി മാറുകയും അത്യധികമായ എനർജി പുറത്തേക്ക് വമിക്കുകയും ചെയ്യുന്നു. ഈ പുറത്തേക്ക് വമിക്കുന്ന എനർജിയും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? അകത്തേക്കുള്ള ഗുരുത്വാകർഷണ ബലവും തമ്മിൽ ഒരു പ്രത്യേക സമയത്ത് ബാലൻസ് ചെയ്യും.
അതുപോലെ തന്നെ ഈ അവസരമാകുമ്പോഴേക്കും ആറ്റങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഗോളാകൃതി പാതിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രകാശം, ചൂട് എന്നിവ പുറത്തേക്ക് വമിക്കുകയും തുടങ്ങി. ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രോട്ടോസ്റ്റാർ അല്ലെങ്കിൽ ഒരു നക്ഷത്രം ജന്മം കൊണ്ടു എന്ന് പറയുന്നത്. ചില അവസരങ്ങളിൽ ഈ കൂടിച്ചേരുന്ന ആറ്റങ്ങളിലെ ന്യൂക്ലിയർ ഫ്യൂഷന് വേണ്ടത്ര ചൂടുണ്ടാവില്ല. അത്തരം അവസരങ്ങളിൽ അതിനൊരു നക്ഷത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിണമിക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ സാധാരണയായിട്ട് ഫെയിൽഡ് സ്റ്റാർ അല്ലെങ്കിൽ ബ്രൗൺ ഡ്വാർഫ് ആണ് പറയാറ്. സാധാരണയായിട്ട് സൂര്യൻ്റെ മാസിൻ്റെ ഏതാണ്ട് 8% കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ടോട്ടൽ സൂര്യൻ്റെ മാസിൻ്റെ 8% കുറവാണെങ്കിൽ കൂടിച്ചേരുന്ന വസ്തുക്കളുടെ മാസ് ഒരു നക്ഷത്രമായി അത് പരിണമിക്കില്ല, അതൊരു ബ്രൗൺ ഡ്വാർഫായിട്ട് പരിണമിക്കും. ഈ ഹൈഡ്രജൻ ആറ്റം മുഴുവൻ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഹീലിയം ആറ്റം ആകുന്ന കാലം വരെയാണ് ഒരു നക്ഷത്രത്തിൻ്റെ ജീവിതകാലം. മാത്രമല്ല, ഒരു നക്ഷത്രം രൂപം കൊള്ളുന്ന സമയത്ത് എത്രമാത്രം ആറ്റങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടാണ് നക്ഷത്രത്തിൻ്റെ വലിപ്പം തീരുമാനിക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും നക്ഷത്രത്തിൻ്റെ കളറ് തീരുമാനിക്കുന്നത്, നക്ഷത്രത്തിൻ്റെ ജീവിതകാലം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നക്ഷത്രം എങ്ങനെയാണ് നശിക്കുന്നത് എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ രൂപം കൊള്ളുമ്പോഴുള്ള മാസിനനുസരിച്ചിട്ടാണ്. നമുക്ക് ഈ പല കളറിലുള്ള നക്ഷത്രങ്ങളൊന്ന് പരിചയപ്പെടാം. സാധാരണയായിട്ട് നക്ഷത്രങ്ങൾക്കുള്ള കളറ് യെല്ലോ സ്റ്റാർ എന്ന് പറയാറുണ്ട്, ബ്ലൂ സ്റ്റാർ എന്ന് പറയാറുണ്ട്, വൈറ്റ് സ്റ്റാർ എന്ന് പറയാറുണ്ട്, റെഡ് സ്റ്റാർ എന്ന് പറയാറുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് പറയുന്നതാണ് അതിൻ്റെ കളറ്. നമുക്ക് ഏറ്റവും പരിചയമുള്ള നക്ഷത്രമായ നമ്മുടെ സൂര്യൻ ഒരു മഞ്ഞ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ സർഫസിലുള്ള ടെമ്പറേച്ചർ ഏതാണ്ട് 1000 കെൽവിനാണ്. അത് ഈ നമ്മുടെ നക്ഷത്രമായ സൂര്യനുണ്ടായിട്ട് ഏതാണ്ട് 450 കോടി വർഷമായി. ഇനി ഒരു 550 കോടി വർഷം കൂടെ കത്താനുള്ള ഹൈഡ്രജൻ ആറ്റംസ് നക്ഷത്രത്തിനകത്തുണ്ട്. അപ്പോൾ മൊത്തം നമ്മുടെ സൂര്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1000 കോടി വർഷമാണ്. ഇനി ഒരു 550 കോടി വർഷം കൂടെ നമ്മുടെ സൂര്യൻ ഇവിടെയൊക്കെ തന്നെ കാണും. പറഞ്ഞിരിക്കുന്ന ബ്ലൂ സ്റ്റാറിനകത്ത് ഹൈഡ്രജൻ ആറ്റം ഹീലിയം ആറ്റമായി മാറുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് വേഗ എന്ന് പറയുന്ന നക്ഷത്രം. ഇതിൻ്റെ സർഫസിൽ ടെമ്പറേച്ചർ ഏതാണ്ട് 8000 കെൽവിൻ വരെ പോകും. പിന്നെ യെല്ലോ സ്റ്റാർ ഉണ്ട്, ഓറഞ്ച് സ്റ്റാർ ഉണ്ട്, റെഡ് സ്റ്റാർ ഉണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെയും സർഫസ് ടെമ്പറേച്ചറൊക്കെ ഓരോ രീതിയിലായിരിക്കും. ഇതിൻ്റെ കളറിനനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കാം. ഇനി എങ്ങനെ നക്ഷത്രങ്ങൾ എത്ര കാലം ജീവിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എത്രമാത്രം മാസം നക്ഷത്രത്തിലുള്ളതെന്ന് ആശ്രയിച്ചിരിക്കും എത്ര കാലത്തോളം ഈ നക്ഷത്രം ജീവിച്ചിരിക്കുന്നുള്ളത്. ഇനി നക്ഷത്രങ്ങൾ എങ്ങനെയാണ് മരിക്കുന്നത് അല്ലെങ്കിൽ നശിച്ചു പോകുന്നത് നോക്കാം. സാധാരണയായിട്ട് 4ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു നക്ഷത്രത്തിൻ്റെ ഭാരം സൂര്യനേക്കാൾ പകുതിയാണെങ്കിൽ അവ സാധാരണയായിട്ട് പ്രകാശം പരത്തുന്നത് നിർത്തിയിട്ട് ഒരു ബ്ലാക്ക് ഡ്വാർഫായിട്ട് അങ്ങ് മാറും. അടുത്ത കാറ്റഗറിയാണ് മീഡിയം മാസ് സ്റ്റാർ. മീഡിയം മാസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 0.5 സൂര്യൻ്റെ മാസ് മുതൽ ഏതാണ്ട് ഒരു 8 സൂര്യൻ്റെ മാസ് വരെ വരുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ ജീവിതകാലം കഴിയുന്നു എന്ന് കൂട്ടുക. ജീവിതകാലം കഴിയുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള മുഴുവൻ ഹൈഡ്രജൻ ആറ്റവും കത്തി ഹീലിയം ആറ്റമായി മാറും. അതുപോലെ തന്നെ ഈ ഹീലിയം ആറ്റം വീണ്ടും കുറച്ച് ലിഥിയം ആറ്റമായി മാറുന്നു. അങ്ങനെ കുറച്ചുകൂടെ ഭാരമുള്ള മൂലകങ്ങൾ ഇതിനകത്തുണ്ടാകും. അതുപോലെ കാർബൺ, ഓക്സിജൻ, ഇങ്ങനെയുള്ള കുറച്ച് ആറ്റങ്ങളും കൂടെ ഇതിനകത്തുണ്ടാകുന്നുണ്ട്. പിന്നെ ഏതാണ്ട് ഇതിൻ്റെ ജീവിതകാലം കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ പുറത്തേക്കുള്ള ഊർജം വളരെ കുറയും. അപ്പോൾ ഇതിൻ്റെ കോർ ഉണ്ടല്ലോ, അതായത് നക്ഷത്രത്തിൻ്റെ അകത്തെ ഭാഗം ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും വലിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വീണ്ടും അവിടെ ചൂട് കൂടും. ഈ ചൂട് പുറംപാളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ പുറംപാളി എന്ത് ചെയ്യും, മൊത്തമായിട്ട് ഹീറ്റ് എടുത്തിട്ടങ്ങ് പുറത്തേക്ക് ഷ്രെഡ് ചെയ്ത് പോകുന്നു. ഇതിനെ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് റെഡ് ജയൻ്റ് എന്നുള്ള അവസ്ഥയാണ്. പുറംപാളി പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ ഒരു പ്ലാനറ്ററി നെബുല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ സൂര്യന് ഈ പറഞ്ഞ ഇതുപോലെ ഒരു റെഡ് ജയൻ്റ് ആയിട്ട് മാറിയിട്ട് എന്നിട്ട് ഈ പുറത്തുള്ള പാളി ഉണ്ടല്ലോ മൊത്തം അങ്ങ് പ്രപഞ്ചത്തിലേക്ക് ഷ്രെഡ് ചെയ്ത് പോകും. അങ്ങനെ അകത്തേക്കുള്ള ഭാഗം മെല്ലെ മെല്ലെ ഒരു വെള്ളക്കുള്ളൻ അല്ലെങ്കിൽ വൈറ്റ് ഡ്വാർഫായിട്ട് മാറും. വൈറ്റ് ഡ്വാർഫിനകത്തുള്ള അതിനകത്ത് വീണ്ടും കുറേ കാലം ഫ്യൂഷൻ റിയാക്ഷനൊക്കെ നടക്കും. അതിനുശേഷം ഫ്യൂഷൻ റിയാക്ഷന് പറ്റാവുന്ന മൂലകങ്ങളെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം അതിന് ടെമ്പറേച്ചർ ക്രമേണ കുറഞ്ഞ് അതൊരു വെള്ളക്കുള്ളനായി മാറും. സാധാരണയായിട്ട് ഇപ്പം നമുക്ക് പക്ഷേ ഈ വെള്ളക്കുള്ളന്മാരുടെ ആയുസ് ഒരുപാട് കൂടുതലാണ്. പ്രപഞ്ചം ഉണ്ടായിട്ട് 1380 കോടി വർഷമായിട്ടേ ഉള്ളൂ. ഈ 1380 കോടി വർഷത്തിനേക്കാളും കൂടുതലാണെന്ത് നമ്മുടെ ഈ വെള്ളക്കുള്ളന്മാരുടെ ആയുസ്. അതുകൊണ്ട് ഒരൊറ്റ വെള്ളക്കുള്ളന്മാരെ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ
നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അന്നത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മാസീവ് സ്റ്റാർ, ഏതാണ്ട് സൂര്യൻ്റെ മാസിൻ്റെ 8 മടങ്ങ് മുതൽ 20 മടങ്ങ് വരെ ഭാരമുള്ളതാണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈഡ്രജൻ ആറ്റം ഭാരം കൂടുന്നതിനനുസരിച്ചിട്ട് ഹൈഡ്രജൻ ആറ്റം വളരെ പെട്ടെന്ന് കത്തിത്തീരും. അങ്ങനെ ഇതിൻ്റെ ഉൾക്കാമ്പിൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ആറ്റം ഹീലിയം ആറ്റമായി മാറും. ഓക്സിജൻ, സിലിക്കോൺ, നിയോൺ, അയൺ വരെയുള്ള സാധനങ്ങൾ ഉണ്ടാവും. പക്ഷേ അയണിനെ ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടത്ര ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല, ടെമ്പറേച്ചർ ഇതിൻ്റെ കോറിനകത്തുണ്ടാവില്ല. ഈ സാധനം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ചിട്ട് അകത്തേക്കുള്ള ആകർഷണ ബലം കൂടുകയും ഈ കോറുണ്ടല്ലോ, കോർ അങ്ങ് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് സൂപ്പർനോവ എക്സ്പ്ലോഷൻ സമയത്ത് ഉണ്ടാകുന്ന അതിഭയങ്കരമായ ചൂട് കാരണം അയണിന് മുകളിലേക്കുള്ള, ഇരുമ്പിന് മുകളിലേക്കുള്ള മൂലകങ്ങളെല്ലാം പിറവിയെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ നക്ഷത്രങ്ങളിലാണ് ജനിച്ചതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലിരിക്കുന്ന എല്ലാ മൂലകങ്ങളും എന്താണ്, പലതരത്തിലുള്ള മൂലകങ്ങളുണ്ട്. ഈ മൂലകങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയൊരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ സമയത്താണ്. ഇപ്പോൾ ഈ സൂപ്പർനോവ, ഇപ്പം നമ്മുടെ സൗരയൂഥം ഉണ്ടായില്ലേ, സൗരയൂഥം ഉണ്ടായപ്പോൾ സൂര്യനുണ്ടായി. സൂര്യൻ ഒരു 3ാം തലമുറ നക്ഷത്രമാണ്. സൂര്യൻ ഉണ്ടായ സമയത്ത് ഈ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ പൊടിപടലങ്ങളൊക്കെ ചേർന്നിട്ട് മാസീവായിട്ടുള്ള ഒരു ബോഡി ആയിട്ട് മാറും. അങ്ങനെയാണ് ഗ്രഹങ്ങളൊക്കെ പിറവിയെടുക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. അപ്പോൾ ഈ പറഞ്ഞ ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള പദാർത്ഥങ്ങളും ഉണ്ടായിരിക്കുന്നത് ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനിലേക്കാണ്. അപ്പോൾ ഇന്നർ കോർ ഇങ്ങനെ വലിഞ്ഞ് കൂടിയിട്ട് ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും. അപ്പോൾ 8 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ്, അതായത് അതിനകത്ത് ന്യൂട്രോൺ വരെ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ വലിച്ചടിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു സയൻറ്റിഫിക് ടേമൊക്കെ ഉണ്ട്, അതൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഈ ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഡെൻസിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ എന്താ സാന്ദ്രത എന്ന് പറയുന്നത്, ഒരു സ്പൂണിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം ഒരു വലിയ, നമ്മൾ കാണുന്ന ഒരു വലിയ മലയുടെ അത്രത്തോളം ഭാരം വരും. ചില ന്യൂട്രോൺ സ്റ്റാറുകൾ ഉണ്ടല്ലോ, അത് സ്വന്തം ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ സാധാരണ പൾസാർ എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് റേഡിയേഷൻസ് ഇങ്ങനെ ഓരോ പൾസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ പൾസാർ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ടൈപ്പ്, ഇതിനെ സൂപ്പർ മാസീവ് സ്റ്റാർസ് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നു, ഈ കോർ കൊളാപ്സ് ചെയ്യുന്നു. പക്ഷേ ഈ കോറിനകത്ത് മാസ് ഭയങ്കര കൂടുതലായത് കാരണം അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒന്നിനെയും പുറത്തേക്ക് വിടാത്ത ഒരു വസ്തുവായിട്ട് അത് മാറുന്നു. ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹോളിനകത്തുനിന്ന് പ്രകാശം പോലും രക്ഷപ്പെടത്തില്ല. അപ്പോൾ നക്ഷത്രങ്ങൾ എങ്ങനെ ജനിക്കുന്നു, നക്ഷത്രങ്ങളുടെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണ്, നക്ഷത്രങ്ങൾ എത്ര കാലം ജീവിക്കുന്നു, നക്ഷത്രങ്ങൾ എങ്ങനെയാണ് മരിക്കുന്നതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ തരാനേ പറ്റിയിട്ടുള്ളൂ. ഇത് ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ സെൻറ്റൻസിനെ എക്സ്പാൻഡ് ചെയ്ത് വളരെ വലുതാക്കി പറയാൻ പറ്റും. അത്ര ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. വീണ്ടും കാണാം.